ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ചെയ്യുന്നത്. റീസണിങ്ങിൽ എല്ലാ എക്സാമിനും ഈ ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈസി ചോദ്യങ്ങൾക്കൊരു 10 സെക്കൻഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 10 സെക്കൻഡ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡയഗ്രാം വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ എന്ന് പറയുമ്പം പി ഫാദർ ഇതൊന്നുണ്ടാ വെച്ചാൽ മെയിലായുണ്ട്. അപ്പോൾ പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യൂ സിസ്റ്റർ ആക്കുക ആറിനാ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അത് ക്യൂ ഈസ് ദ സിസ്റ്റർ എന്ന് പറയുമ്പം ഇങ്ങനെ ലൈൻ ഇടും. അത് അത്ര സുഖമില്ലാത്ത പരിപാടിയാണ്, കാരണം കോംപ്ലിക്കേഷൻ ആവും പിന്നീട് നോക്കുമ്പോൾ. അപ്പോൾ ഇത് പി ഫാദർ എന്ന് പറയുമ്പം പിയും ആറും തമ്മിൽ എന്താ ബന്ധം എന്നില്ല, ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആവും. പക്ഷേ ഇങ്ങനെ ഇട്ടാലോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. പി ഹൗ ഈസ് പി റിലേറ്റഡ് ടു ആർ. ഈ ടു ആർ എന്ന് പറയുമ്പം കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ആറ് നമ്മളെ തന്നെ വിചാരിക്കുക, ടുവിന് ശേഷമുള്ളത് നമ്മൾ ആറ് നമ്മളാണെന്നുള്ളത്. അപ്പോൾ പി ആരാനക്ക് അച്ഛൻ, ഫാദർ, ഈസി. രണ്ടാമത്തെ ചോദ്യം നോക്കുക. എ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പോൾ എ ഇത്, ബി ഇങ്ങനെ. ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. അപ്പോൾ ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ഹൗ ഈസ് എ റിലേറ്റഡ് ടു സി. ടു സി. അപ്പോൾ സി നമ്മളായി. അപ്പോൾ എ എനക്കാരായിരിക്കും ബ്രദർ, ഈസി. കോംപ്ലിക്കേഷൻ്റെ പ്രശ്നമേ വരുന്നില്ല. മൂന്നാമത്തെ ചോദ്യം. ഇത് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നിക്ക് നമുക്ക് നോക്കി വായിച്ചിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നോക്കി എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ മദേഴ്സ് ബ്രദർ. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ രവിയാണ് പറയുന്നത്. അപ്പോൾ ഈ മൈ എന്നുള്ള വാക്ക് എപ്പോൾ ആരായിരിക്കും, രവി ആയിരിക്കും. രവിയാണ് എപ്പം പറയുന്നത്. അപ്പോൾ നമ്മളെ തന്നെ ഈ മൈ എന്ന് പറയുമ്പോൾ നമ്മൾ രവിയാവുക, നമ്മൾ രവിയായി മാറുക. അപ്പോൾ രവീസ് മദേഴ്സ് ബ്രദർ. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ബ്രദർ എന്ന് പറയുമ്പം എനിക്കാരായിരിക്കും, എൻ്റെ അങ്കിളായിരിക്കും. അപ്പോൾ ഡോട്ടർ ഓഫ് ആ അങ്കിള്, അപ്പോൾ അയാൾ ആരായിരിക്കും, എൻ്റെ കസിൻ. ഡയറക്റ്റ് ഉത്തരം കിട്ടും. ഇനി അല്ല നിങ്ങൾക്ക് ഡയഗ്രാം വെച്ചിട്ട് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓഫിന് ശേഷം തൊട്ടിട്ടായിരിക്കും നമ്മൾ ഡയഗ്രാം വരയ്ക്കുക എപ്പോഴും. അപ്പോൾ ലാസ്റ്റ് ഓഫ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഈ ഓഫിന് ശേഷം എന്നാ മൈ മദേഴ്സ് ബ്രദർ. അപ്പോൾ മൈ എന്ന് പറയുമ്പോൾ രവീസ് മദറിൻ്റെ ബ്രദർ ഞാൻ ഇങ്ങനെ വരയ്ക്കുക, നേരത്തെ പറഞ്ഞതാണ് ബ്രദർ. പിന്നെ ഡോട്ടർ ഓഫ്, അപ്പോൾ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ഇയാൾ, ബ്രദർ. അപ്പോൾ ഇയാൾ ഡോട്ടർ, അപ്പോൾ ഇത് ഷീ അല്ലെങ്കിൽ ആ വുമൻ. അപ്പോൾ ഹൗ ഈസ് ദ ഗേൾ റിലേറ്റഡ് ടു രവി. ടു രവി എന്ന് പറയുമ്പോൾ നമ്മൾ രവിയായി. അപ്പോൾ ഇയാൾ ആരായിരിക്കും എനിക്ക്, കസിൻ, ബി, ഈസി. ഇതിൽ കൺഫ്യൂഷൻ്റെ പ്രശ്നമേ വരുന്നില്ല. നാലാമത്തെ ചോദ്യം നോക്കാം. എ ഈസ് ദ മദർ ഓഫ് ബി. അപ്പോൾ എ മദർ, ഇത് ബി. സി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. ഹസ്ബൻഡ് പറയും നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ഇട്ട് സി ചെയ്യുക. ഡി ഈസ് ദ ബ്രദർ ഓഫ് സി. ഇതാ ഡി ഈസ് ദ ബ്രദറായി. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു ബി. അപ്പോൾ ബി നമ്മളായി. ഡി ആരാനക്ക്, അങ്കിള്. ആൻസറേ ഈസി. എ വിമൻ ഇൻട്രൊഡ്യൂസ്ഡ് എ മാൻ ആൻഡ് സെഡ് ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. മൈ എന്ന് പറയുമ്പോൾ ആരാ, വിമനാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഈ മൈ എന്ന് പറഞ്ഞാൽ വിമൻ. അപ്പോൾ ഞാൻ വിമനായി. ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വുമൻ. അപ്പോൾ ഇത് നമുക്ക് ഡയഗ്രാം വരക്കാം. അപ്പോൾ വുമൻസ് ഫാദർ. അപ്പോൾ ഇത് വിമൻ, ഇത് ഫാദർ. ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. അപ്പോൾ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ ആരാണ്, വിമൻ തന്നെയാണല്ലേ, വേറെ ഡോട്ടർ ഇല്ല. അപ്പോൾ അയാൾ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദി ഈ ഡോട്ടർ. ഹസ്ബൻഡ് ഓഫ് ദ ഡോട്ടർ എന്ന് പറയുമ്പോൾ ഇത് ഹസ്ബൻഡായി. അപ്പോൾ ഇതാണ് ഹീ. ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വുമൻ. അപ്പോൾ ഈ മാന് വുമൻ റിലേറ്റ്. അപ്പോൾ ടു വുമൻ എന്ന് പറയുമ്പം ഇത് നമ്മളായി. അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹം ഹസ്ബൻഡ്. ആൻസർ ബി. ആറാമത്തെ ചോദ്യം. പി ഈസ് ദ സൺ ഓഫ് ക്യൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ചോദ്യം ഫുള്ളായിട്ട് വായിച്ച് നോക്കൊന്നും വേണ്ട. പി ഈസ് ദ സൺ ഓഫ് ക്യൂ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് വരച്ചിരിക്കണം. പി ഈസ് ദ സൺ ഓഫ് ക്യൂ. ആർ ഈസ് ദ വൈഫ് ഓഫ് പി. ആർ ഈസ് ദ വൈഫ് ഓഫ് പി. അപ്പോൾ ആർ ഇവിടെ. എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. അപ്പോൾ ഇത് എസ്. ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു എസ്. അപ്പോൾ എസ് നമ്മളായി. ക്യൂ ആരാനക്ക്. അപ്പോൾ ഇവിടെ ചിഹ്നം തന്നില്ല, പ്ലസ് ആണോ മൈനസ് ആണോ ചോദിച്ച് പറഞ്ഞിട്ടില്ല. ഒന്നിക്ക് ഗ്രാൻഡ് ഫാദർ ആവാം അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആവാം. അപ്പോൾ എയ്തർ ബി ഓർ സി. ഇത് പെട്ടെന്ന് കാണും ഗ്രാൻഡ്
ഫാദർ കുത്തരുത്. എയ്തർ ബി ഓർ സി. ഏഴാമത്തെ ചോദ്യം, എ ഈസ് ദ ഫാദർ ഓഫ് ബി. അപ്പോൾ തന്നെ നമ്മൾ വരച്ചു കഴിഞ്ഞു. എ ഈസ് ദ ഫാദർ ഓഫ് ബി. ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. അപ്പോൾ ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ഡി ഈസ് ദ വൈഫ് ഓഫ് എ. ഇത് ഡി. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു സി? ടു സി എന്ന് പറയുമ്പോൾ സി നമ്മളായി. ഡി ആരാനക്ക്? മദർ. മൈനസിലുണ്ട് മദർ. പോയിൻറ്റിങ് ടു എ ഫോട്ടോഗ്രാഫ്, മോഹൻ സെഡ് ഹീസ് ദ സൺ ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. മൈ ആരാ ഇവിടെ? മോഹൻ. അപ്പോൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇത് മോഹൻ. അപ്പോൾ മോഹൻ്റെ മദർ. ഇത് മോഹൻ്റെ മദർ. ഡോട്ടർ, ഓൺലി ഡോട്ടർ ഓഫ് മൈ. അപ്പോൾ ഇയാൾ ഓൺലി ഡോട്ടറാണ്. ഇത് നമ്മൾ മോഹൻ എന്നുള്ള വാക്ക് പൊതുവെ പോസിറ്റീവ് പ്ലസ് ആണ്, കാരണം മെയിലായതുകൊണ്ട് മോഹൻ എന്നുള്ള വാക്ക് മെയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓൺലി ഡോട്ടർ ആരായിരിക്കും? ഈടെ വരുന്നവരായിരിക്കും. അപ്പോൾ ഹീസ് ദ സൺ ഓഫ്. അപ്പോൾ ഇയാളെ സണ്ണ്. അപ്പോൾ ഇത് സണ്ണ്. ഹൂ ഈസ് ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ്? ടു മോഹൻ. ടു മോഹൻ എന്ന് പറയുമ്പോൾ നമ്മൾ മോഹനായി. അപ്പോൾ ഇയാൾ ആരാനക്ക്? നെഫ്യൂ. സണ്ണായതുകൊണ്ട് നെഫ്യൂ. പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. P is the brother of Q. Q is the mother of R. അപ്പോൾ ഇത് മൈനസായി. ഇത് R. S is the father of P. അപ്പോൾ S ഇവിടെ വരിക. ഇത് കാണുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻ വരുന്നില്ല. നമുക്ക് അപ്പം തന്നെ മനസ്സിലായി ഇത് ക്യൂവിൻ്റെയും കൂടി ഫാദർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ആർ? ടു ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരായി? ആറായി. അപ്പോൾ എസ് ആരാ എനിക്ക്? ഗ്രാൻഡ് ഫാദർ അല്ലേ? സി. ഈസി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പോയിൻറ്റിങ് ടുവേർഡ്സ് എ മാൻ, കിരൺ സെഡ് ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് ദി ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് മദർ. അപ്പോൾ ഈ മൈ എന്നുള്ളത് ആരായി? കിരൺ. അപ്പോൾ ഓഫിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡയഗ്രാം വരയ്ക്കുക. അത് കിരണിൽ തുടങ്ങിയാൽ മതി. ആരാണ് മൈ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങാം നമ്മൾ. അപ്പോൾ ഈ ഓഫിന് ശേഷം തുടങ്ങിയാൽ കിരണിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് കിരൺ. അപ്പോൾ കിരണിൻ്റെ ഗ്രാൻഡ് മദർ. അപ്പോൾ ഇവിടെ ഒരു ജനറേഷൻ, പിന്നെ ഇത് ഗ്രാൻഡ് മദർ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് മദർ. അപ്പോൾ ഇയാൾ തന്നെ ആവാമല്ല, ഇതന്നെയാണ് ഓൺലി സണ്ണ്. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ വൈഫ് ഓഫ് ദി ഓൺലി സൺ, വൈഫ്. ഇയാൾ വൈഫ് എന്ന് പറയുമ്പം ഇത് വൈഫ്. ഹിസ് മദറാണ് ഇത് ഇയാളെ വൈഫ്. അപ്പോൾ ഇയാൾ മദർ എന്ന് പറയുമ്പം ഇതായിരിക്കും എന്ത്? ഹിസ്, ആ മാൻ. അപ്പോൾ ഇയാളെ മദറാണല്ലോ തന്നിട്ടുള്ളത്. ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു കിരൺ? ഇതാരായിരിക്കും? ബ്രദർ. ആൻസറേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ആവശ്യമുള്ളവർ, എങ്ങനെയാണ് ഇതിൻ്റെ സൈൻ എങ്ങനെ വർക്ക് ചെയ്യുക, ഡയഗ്രാം എത്ര എളുപ്പത്തിൽ എങ്ങനെ വരക്കണം, അങ്ങനെയുള്ള ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ക്ലാസ് എടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.